നമസ്കാരം. 1964 ജൂലൈയിൽ തൻ്റെ മരണത്തിന് ഏതാണ്ട് 9 മാസം മുൻപ് സാവർക്കർ ഒരു മറാത്തി വാരികയിൽ എഴുതിയ ലേഖനമാണ് ആത്മഹത്യയും ആത്മാർപ്പണവും. ഭാരതത്തിലെ എണ്ണപ്പെട്ട സന്യാസി വര്യന്മാർ അവർ എപ്രകാരമാണോ തങ്ങളുടെ ജീവൻ വെടിഞ്ഞത് അതിനെയാണ് സാവർക്കർ ആത്മാർപ്പണം എന്ന് വിളിക്കുന്നത്. സ്വന്തം മരണത്തോടുള്ള സാവർക്കറുടെ കാഴ്ചപ്പാട് തന്നെയാണ് ഈ ലേഖനം. താൻ എപ്രകാരമാണോ ഈ ലോകത്തു നിന്നും യാത്രയാകുവാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മുൻകൂർ രേഖാചിത്രം കൂടിയായിരുന്നു ഈ ലേഖനം. കുമരില്ല ഭാട്ടിയ എന്ന വേദപണ്ഡിതൻ സ്വന്തം ചിതയ്ക്ക് തീ കൊളുത്തി അതിലേക്ക് പ്രവേശിക്കുകയാണുണ്ടായത്. ഇതിനെ ആരും ആത്മഹത്യ എന്ന് വിളിക്കാറില്ല. ചരിത്രം ഇതിനെ ആത്മാർപ്പണമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ നേടാവുന്നതെല്ലാം നേടിയ ശങ്കരൻ തൻ്റെ അവസാന ദിവസം ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു. ഗുഹയ്ക്കുള്ളിൽ ഒരു യോഗിക് പൊസിഷനിൽ അദ്ദേഹം ഇരുന്നു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഗുഹയുടെ വാതിൽ ഒരു കല്ല് വെച്ച് മൂടുവാൻ ആവശ്യപ്പെട്ടു. ഇതിനെയും ആരും ആത്മഹത്യ എന്ന് വിളിക്കാറില്ല. ഇതുതന്നെയാണ് ചൈതന്യ മഹാപ്രഭുവും തുക്കാറാമും സമർത്ഥ രാമദാസും ഒക്കെ തങ്ങളുടെ അവസാന നാളുകളിൽ ചെയ്തതും. ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ നിരാശയാൽ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ആത്മഹത്യ. എന്നാൽ തങ്ങളുടെ ജീവിത ദൗത്യം നിറവേറ്റി എന്ന പൂർണ്ണ ബോധത്തോടെ സന്തോഷത്തോടെ സ്വജീവത്യാഗം ചെയ്യുന്നതാണ് ആത്മാർപ്പണം. 1966 ഫെബ്രുവരി തുടക്കം മുതൽ സാവർക്കർ ആഹാരവും വെള്ളവും മരുന്നുമെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ചു. തന്നെ പരിചരിക്കുവാനുണ്ടായിരുന്ന 7 ഡോക്ടർമാരെ ആരെയും തൻ്റെ അടുക്കലേക്ക് വരുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. 2 വ്യക്തികളെ മാത്രമാണ് തന്നെ കാണുവാൻ സാവർക്കർ അനുവദിച്ചത്. ഫെബ്രുവരി 23 തൻ്റെ ബാർബർ സദാശിവ പവാർ അദ്ദേഹത്തെ വിളിച്ച് അവസാനമായി തനിക്ക് ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കുവാൻ പറഞ്ഞു. മറ്റൊരാൾ ബാൽ സാവർക്കർ എന്ന തൻ്റെ സഹായിയായിരുന്നു. 15 കൊല്ലത്തോളം സാവർക്കറിന്റെ സഹായിയായിരുന്ന ബാലിനെ തൻ്റെ അരികിലേക്ക് വിളിച്ച് തുക്കാറാമിന്റെ ഒരു കവിതയിലെ 2 വരി വളരെ ദുർബലമായ സ്വരത്തിൽ സാവർക്കർ പാടി. അതിൻ്റെ അർത്ഥം ഇതായിരുന്നു: ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങുന്നു. ഇനി കൊടുക്കൽ വാങ്ങൽ ഒന്നും പറ്റില്ല. എൻ്റെ വിടവാങ്ങൽ സ്വീകരിക്കുക. ഫെബ്രുവരി 26 കാലത്ത് അദ്ദേഹത്തിന് കടുത്ത പനിയുണ്ടായിരുന്നു. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും കുറഞ്ഞു വന്നു. അടുത്ത ബന്ധുക്കളും ഡോക്ടർമാരും അദ്ദേഹത്തിനടുത്തുണ്ടായിരുന്നു. രാവിലെ 11:30 സ്വതന്ത്രവീര സാവർക്കറുടെ ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് പോയി. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. തൻ്റെ മരണാനന്തര കർമ്മങ്ങൾ എപ്രകാരം ആയിരിക്കണമെന്ന് സാവർക്കർ എഴുതി വച്ചിരുന്നു. യാതൊരു ദുഃഖാചരണവും പാടില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഹർത്താലുകളോ ഘോഷയാത്രകളോ പാടില്ല. ഇലക്ട്രിക് ശ്മശാനത്തിൽ വേണം ദഹിപ്പിക്കുവാൻ. യാതൊരു മതപരമായ ചടങ്ങുകളും ഉണ്ടായിരിക്കരുത്. ശരീരം അഗ്നി ഏറ്റെടുക്കുമ്പോൾ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കണം. ആൾക്കാർ ശരീരത്തെ തോളിലെടുക്കരുത്. മൃഗങ്ങൾ വലിക്കുന്ന വണ്ടിയിലായിരിക്കരുത് ശരീരത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മൃതദേഹം മോട്ടോർ വാഹനത്തിൽ വേണം കൊണ്ടുപോകുവാൻ. ശ്രാദ്ധം പോലെയുള്ള ചടങ്ങുകൾ നടത്തരുത്. സാവർക്കറുടെ ഭൗതിക ശരീരം സാവർക്കർ സദനിൽ പൊതുദർശനത്തിൽ വെച്ചിരുന്നു. 2 ലക്ഷം ആൾക്കാർ അദ്ദേഹത്തിന് അന്ത്യപ്രണാമം അർപ്പിക്കുവാൻ അവിടെ എത്തി. സാവർക്കറുടെ ഭൗതിക ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഗൺ കാരിയേജ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഗവൺമെന്റ് അത് നിരസിച്ചു. 1966 ഫെബ്രുവരി 27 സാവർക്കർ സദനിൽ നിന്നും സാവർക്കറുടെ അന്ത്യയാത്ര ആരംഭിച്ചു. 1 ലക്ഷത്തിലധികം ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോടൊപ്പം ശ്മശാനത്തിലേക്ക് നടന്നു നീങ്ങി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ചിന്തൻവാടിയിലെ വൈദ്യുത ശ്മശാനത്തിൽ സാവർക്കറുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അന്ത്യകർമ്മങ്ങൾ ചെയ്തില്ല. ചിതാഭസ്മം ദാദറിലെ കടലിൽ നിമഞ്ജനം ചെയ്തു. ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഇന്ദിരാഗാന്ധിയും എസ്.എ. ഡാംഗെയും പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനായി സ്ഥിരതയോടും ശക്തമായും പ്രവർത്തിച്ച മഹാൻ
ധീരതയുടെയും ദേശസ്നേഹത്തിൻ്റെയും അവസാന വാക്കാം. വീര സവർക്കറുടെ മരണത്തോടെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും എക്കാലത്തെയും മികച്ച സാമ്രാജ്യത്വ വിരുദ്ധ വിപ്ലവകാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അവസാന ശ്വാസം വരെ സാവർക്കർ ഒരു വിപ്ലവകാരിയായിരുന്നു. ചരിത്രം എന്നും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഓർക്കും. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഇതിഹാസമായി തന്നെ വായിക്കപ്പെടും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭാരതം പ്രസവിച്ച അവളുടെ ഏറ്റവും മഹാനായ പുത്രൻ വീരവിനായക ദാമോദര സവർക്കർ. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.